അതാണ് നേരത്തെ പറഞ്ഞു ഈ ഉപ്പയുടെ മരണത്തിന് ശേഷമാണ് കമ്മിങ് ഔട്ട് നടത്തിയതെന്ന്. ചിലപ്പോ ഉപ്പ ഈ സമയത്ത് ഉണ്ടായിരുന്നെങ്കിൽ ജാസി ഇപ്പോ ഈ രീതിയിലായി, ഉപ്പ അത് അംഗീകരിക്കുമെന്ന് തോന്നുന്നു? ഒരിക്കലും അംഗീകരിക്കില്ല, ഒരിക്കലും എൻ്റെ ഉപ്പ അംഗീകരിക്കില്ല. അതാണ് ഇപ്പോഴും എൻ്റെ ഉമ്മ എന്നെ മോനെന്നാണ് വിളിക്കുന്നത്, മോളെന്നല്ല വിളിക്കുന്നത്. അവരങ്ങനെ ശീലിച്ചിട്ടുള്ളൂ. കാരണം എൻ്റെ ഉമ്മ എന്ന് പറഞ്ഞാൽ പക്കാ ഒരു നാട്ടും പുറത്തുള്ള ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ അവരൊന്നും ഒരിക്കലും അവർക്കൊന്നും ഈ ട്രാൻസ് കമ്മ്യൂണിറ്റി എന്താണ്, ട്രാൻസ് എന്താണ്, അല്ലെങ്കിൽ അതൊന്നും അവർക്ക് പറഞ്ഞു കൊടുത്താലും അത് മനസ്സിലാവുന്ന ഒരു സിറ്റുവേഷൻസ് ഉള്ള ആൾക്കാരല്ല. അപ്പോൾ നമുക്ക് അറിയാലോ അവരെ എത്രത്തോളം അവർ ഉള്ളത്. എൻ്റെ ഉമ്മക്ക് പണ്ടത്തെ 10ാം ക്ലാസ്സാണ്, പക്ഷെ എങ്കിൽ പോലും അവർക്ക് അത് അറിയത്തില്ല എന്താണ് എന്നുള്ളത്. ഇപ്പോഴല്ലേ ഇവരൊക്കെ ട്രാൻസ് കമ്മ്യൂണിറ്റി ഇത്രയും വൈറലായതും ഇത്രയും അംഗീകാരങ്ങൾ വന്നതും ഇത്രത്തോളം ആൾക്കാരെ അറിയാൻ തുടങ്ങിയത് ഇപ്പോഴല്ലേ. മുമ്പൊന്നും ആൾക്കാർക്ക് അറിയത്തില്ലല്ലോ. പണ്ടൊക്കെ ഇങ്ങനെ പറയും, പെണ്ണുങ്ങളെ പോലെ നടക്കുന്ന പെൺകൂസന അങ്ങനെയൊക്കെ പറയത്തുള്ളൂ. ജാസി എപ്പോഴെങ്കിലും ആഷിന്റെ ഫാമിലിനെ ബന്ധപ്പെടാൻ നോക്കിയിട്ടുണ്ടോ? ഇല്ല, ഞങ്ങൾ ആദ്യം ഫ്രണ്ട്സ് ആയിരുന്ന സമയത്തൊക്കെ ആഷിന്റെ ഉമ്മ, ആ സമയത്തൊക്കെ ഞാൻ വീട്ടിൽ പോയിട്ടുണ്ട്, ഉമ്മാൻ്റെ സംസാരിച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. ഇതിന് ശേഷം ഞങ്ങള് കല്യാണം കഴിഞ്ഞ ശേഷം ഒന്നും വിളിച്ചിട്ടും. എല്ലാരും അക്സെപ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമില്ലേ? അല്ല, ഞാൻ എന്താ അറിയോ, ഞാൻ ഇപ്പൊ ഇവന്റെ ഉമ്മാന്റെ കാര്യത്തിൽ തന്നെ ഞാൻ അത് ഓക്കെയാണ്. കാരണം ഇപ്പൊ ഇവന്റെ ഉമ്മാന്റെ സ്ഥാനത്ത് വേറെ ആരാണേലും അങ്ങനെയാണ് പ്രതികരിക്കുള്ളൂ, അങ്ങനെയാണ് ഫോക്കസ് ചെയ്യണമെന്ന് എനിക്കറിയാം. കാരണം നല്ലൊരു മോന്, നല്ലൊരു ചെക്കൻ കല്യാണം കഴിച്ച് അവന്റെ ഒരു കുട്ടി, അവന്റെ കുട്ടിനെ താലോലിക്കണം, അല്ല അവന്റെ കുട്ടിനെ കാണണം, എന്റെ ആഷിയുടെ മോനാണ് എന്ന് പറഞ്ഞ് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കണം. കാരണം അറിയാലോ, അപ്പൊ ആഷി ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചാൽ ഉറപ്പായിട്ടും ഇതേപോലെ ഒരു മുഞ്ചൊരു കുട്ടിനെ കിട്ടത്തില്ലേ അവന്റെ ഉമ്മാക്ക്. അപ്പൊ എനിക്കറിയാം. അയ്യോ, പറയുന്നത് സങ്കടം. എനിക്കറിയാം അക്സെപ്റ്റഡ് ആണ് ആ കാര്യത്തിൽ, എനിക്കറിയാം. അപ്പോൾ അവൻ്റെ ഉമ്മാൻ്റെ ഒരു ഫീലിങ്സ്, വിഷമം എന്താണെന്നുള്ളത് പേഴ്സണലി എനിക്ക് മനസ്സിലാവും. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഏത് ഉമ്മാരായാലും അങ്ങനെ തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതെനിക്കറിയാമല്ലോ, അപ്പോൾ ഞാനത് ആ ഒരു മൈൻഡിലൂടെ തന്നെ കാണും. ഇത് ഈ ഒരു കാര്യം ആലോചിച്ച് ഇമോഷണൽ ആവാറുണ്ടോ എപ്പോഴും? എനിക്ക് ഞാൻ ഇങ്ങനെ എപ്പോഴും ഞാനും ആശും പറയും. സംസാരിക്കാറില്ല. ഞാൻ ഒന്നാമത് ഞാൻ ആശിനെ കാണുന്നത് എൻ്റെ ഒരു മോനെ പോലെ തന്നെയാണ്. കാരണം അത്രയും കുറുമ്പാണ് ഇടയ്ക്ക്. പിന്നെ അതല്ലാണ്ട് ഇടയ്ക്ക് ഇപ്പോൾ ഞങ്ങളെ പ്രൈവറ്റ് സമയങ്ങളിലൊക്കെ ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഞങ്ങൾ പറയാറുണ്ട്, ഇപ്പം ഞാൻ ഒറിജിനൽ പെൺകുട്ടി ആയിരുന്നെങ്കിൽ ആഷി ഇപ്പോൾ നമ്മൾ കല്യാണം കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ നിന്റെ പോലത്തെ കുട്ടിയായിരിക്കും, എൻ്റെ കളർ കിട്ടണം, നിന്റെ മൂക്ക് വേണം, നിന്റെ കണ്ണ് വേണം, നിന്റെ ചുണ്ട് വേണം, നിന്റെ ഹെയർ കിട്ടണം, അങ്ങനെയൊക്കെ ഞങ്ങൾ പറയാറുണ്ട്. ആൺകുട്ടിയാണെങ്കിൽ നിന്റെ പോലെ ഉണ്ടാവില്ല, കാണാൻ നല്ല രസം, അങ്ങനെയൊക്കെ ഞങ്ങൾ പേഴ്സണലി അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറുണ്ട്. പക്ഷെ ഇപ്പൊ നമുക്ക് ഒരുപാട് അഡോപ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്, അഡോപ്ഷൻ ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എങ്കിൽ പോലും ഞങ്ങൾ ഇങ്ങനെ പറയാറുണ്ടെന്ന് പറയാം. ഞാൻ ഇപ്പം ഭാവിയിൽ ഒരു കുട്ടീനെ വേണം, ഞങ്ങൾ രണ്ടുപേർക്കും ഞങ്ങളെ കണ്ട് ബോറടിച്ച്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളെ നോക്കാൻ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് നോക്കാൻ ഒരു കുട്ടീനെ വേണമെന്നുണ്ടെങ്കിൽ അഫ്കോഴ്സ് ഞാൻ അഡോപ്റ്റ് ചെയ്യുള്ളൂ. വേറെയുള്ള വഴിയിലൂടെയുള്ള ഇതല്ല അഡോപ്ഷൻ. കാരണം നമ്മൾക്ക് വേറൊരു കുട്ടീനെ ഹെൽപ്പ് ചെയ്യുക, ആ കുട്ടിക്ക് നല്ലൊരു ബെറ്റർ ലൈഫ് കൊടുക്കുക, ആ കുട്ടിക്ക് നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കുക. അത് ഒരാൾക്ക് കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്തു കൊടുത്തൂടെ? പച്ചുവിന്റെ അമ്മയില് ഉർവശി ചേച്ചിനെ പോലെ. അതൊക്കെ എനിക്കിഷ്ടം. നേരത്തെ ഇപ്പൊ ഇമോഷണൽ ആയ ജാസിനെ നമ്മൾ കണ്ടു. ഇതുപോലെ നിങ്ങൾ രണ്ടുപേരും ഇരിക്കുന്ന സമയത്ത് ഇമോഷണൽ ആവാറുണ്ടായിരിക്കും. അപ്പൊ എന്ത് പറഞ്ഞാണ് ഏറ്റവും കൂടുതൽ ആശ്വസിപ്പിക്കാറ്? എങ്ങനെ ആശ്വസിപ്പിച്ചാലാണ് ജാസി ഞാൻ പറയാം എല്ലാം ശരിയാവും ജാസി, അങ്ങനെ പറയാം. ഇതൊക്കെ നമ്മൾ ഇത് മുൻകൂട്ടി കണ്ടിട്ടാണ് നമ്മൾ ഈ പ്രശ്നം. ഞാൻ ജാസിനേൽ ഈ പ്രശ്നങ്ങൾ പുറത്ത് പറഞ്ഞതിന് മുമ്പ് ഞങ്ങൾ ഫസ്റ്റ് അറിയാം. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ പറയുമ്പോൾ ആശി നീ ശരിക്ക് സീനാണ്, എല്ലാവർക്കും നിശ്ചയില്ലാണ്ടാവും, പിന്നെ നീ ഒരു നിനക്ക് ലൈഫ് വരും. അതേപോലെ തന്നെ ഞാൻ ഫോക്കസ് ചെയ്യും. ഞങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയാറില്ല, എല്ലാം പറയാണ്ടിരിക്കും. ഞങ്ങൾ ഫസ്റ്റേ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ അതൊക്കെ, എങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരും, പിന്നീട് ഇങ്ങനത്തെ സീനൊക്കെ. പിന്നെ ഇപ്പം അങ്ങനെ സങ്കടങ്ങൾ തോന്നാറില്ല, അപ്പോൾ ഞങ്ങൾ അങ്ങനെ ആലോചിക്കാറില്ല ഒന്നാമത്. പിന്നെ ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ രണ്ടുപേരും ഓക്കെയാണ്, രണ്ടുപേരും ഒരേ വേവ് ലെങ്ത് ആയതുകൊണ്ട് ഞങ്ങൾ അടിച്ചു പൊളിച്ചില്ലായിട്ട് ഇങ്ങനെ പോകുന്നു. ഏതോ ഒരു ട്രോള് ഞാൻ കണ്ടു, ഇത് ജാസിയാണോ ഇത് ആലിയ ഭട്ടാണോ എന്നൊക്കെ പറഞ്ഞിട്ട് അത്തരത്തിലുള്ള കമന്റ്സ് ഒക്കെ കാണാറുണ്ടോ? ഒരു അവാർഡ് ഷോ ഒക്കെ പോയ സമയത്ത്. ഓക്കെ, മറ്റേ ഇതിന്റെ റെഡ് ഡ്രസ് ഇട്ട് പോയ ഒരു ഇനാഗ്രേഷൻ ആയിരുന്നു, ഒരു പാർലർ ഇനാഗ്രേഷൻ ആയിരുന്നു. അപ്പോൾ എൻ്റെ കോസ്റ്റ്യൂം കണ്ടിട്ട് അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറേ ആൾക്കാർ. കോസ്റ്റ്യൂം എപ്പോഴും നല്ല അഭിപ്രായമാണ് എൻ്റെ കോസ്റ്റ്യൂംസിനും. ടച്ച് വുഡ്, അത് ഭയങ്കര സന്തോഷം. എന്താണ് ഇപ്പൊ ജാസിനെ പോലത്തെ ഒരുപാട് പേര് കമ്മിങ് ഔട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ടാവും, അവരോട് എന്താ പറയാനുള്ളത്? ഞാൻ പറയുന്നത് നമ്മുടെ ലൈഫ്, നമുക്ക് ഒരു ലൈഫേ ഉള്ളൂ. നമ്മുടെ ലൈഫിൽ ഒരിക്കലും അഭിനയിച്ച് ജീവിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് സ്ത്രീ ആവാനാണോ ഇഷ്ടം, നമുക്ക് സാരി എടുക്കാനാണോ ഇഷ്ടം, നമുക്ക് ചുരിദാർ എടുക്കാനാണോ ഇഷ്ടം, നമ്മൾ പുറത്തേക്ക് വരിക, പറയുക, അവരോട് പറയുക. അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ
നിങ്ങളുടെ വിദ്യാഭ്യാസവും കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കൊന്ന് സ്റ്റേബിൾ ആയിട്ട് നിൽക്കാൻ എന്ന് തോന്നുന്ന ഒരു സാഹചര്യം വരുമ്പോൾ നിങ്ങൾ കമ്മൗട്ട് ചെയ്യുക. കമ്മൗട്ട് ചെയ്തിട്ട് നിങ്ങൾ സമൂഹത്തിലേക്ക് വരിക, നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുക. സ്ത്രീ ആയിട്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് നല്ലൊരു സ്ത്രീ എന്ന രീതിയിൽ നിങ്ങൾ മുന്നേറി പോവുക. ആഷിക്ക് എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ ജാസിനെ ചേർത്ത് പിടിക്കുമ്പോൾ ഒരുപാട് ഹേറ്റ് കമന്റ്സ് വരുന്നുണ്ടല്ലോ, അവർക്ക് എല്ലാവർക്കും കൂടി ഒരു റിപ്ലൈ? ഓരോരുത്തരുടെ ഇഷ്ടമാണത്. എനിക്ക് എന്റെ ഇതായിട്ട് മുന്നോട്ട് പോലെ എല്ലാവരും മുഖംമൂടിയാണെന്ന് എനിക്ക് തിരിച്ചല്ല. ഞാൻ ജെന്യൂൻ പേഴ്സണൽ അതുകൊണ്ട് ഞാൻ ജെന്യൂൻ ആയിട്ട് തന്നെ എന്റെ കാര്യങ്ങൾ ഞാൻ എന്റെ ഇഷ്ടത്തിന് ചെയ്യുന്നു. ഒരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്കൊരു ഞാൻ ഒരാളിനെ ഇപ്പൊ ഒരാളുടെ ഹെൽപ്പ് ചോദിച്ചിട്ടാ അങ്ങനെ ചെയ്യുന്നത്. എന്റെ ഇഷ്ടത്തിന് ഒരാൾ ഡിപ്പെൻഡ് ചെയ്യേണ്ട ചെയ്യുന്നത്. കൂടുതൽ ആളുകൾ കമ്മിങ് ഔട്ട് ചെയ്യണം എന്ന് ആഗ്രഹപ്പെടുന്നില്ലേ? അതായത് ആ ഒരു കൺഫ്യൂഷനിൽ നിൽക്കാണ്ട് ആളുകൾ വരട്ടേന്ന്. റീസെന്റ് ആയിട്ട് മരണമാസം എന്ന് പറഞ്ഞ സിനിമയില് നാദിറ മെഹറിൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു ട്രാൻസ് വ്യക്തി അതിൽ അഭിനയിച്ചതുകൊണ്ട് പല സ്ഥലങ്ങളിലും ആ ഒരു സിനിമ ബാൻ ചെയ്തൊരു അവസ്ഥയുണ്ടായി. അപ്പോൾ ഈ ട്രാൻസ് ആയിട്ടുള്ള ആളുകൾക്ക് അവസരം കൊടുക്കുമ്പോൾ അതൊരു കുറ്റമായിട്ട് നാദിറ അഭിനയിച്ചതുകൊണ്ടാണ് ആ സിനിമ ബാൻ ചെയ്തതെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്ന ആളുകളുണ്ട്. ഒന്നാമത് പുറത്തെ കൺട്രി, ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ UAE പോലത്തെ GCC കൺട്രികളിൽ ട്രാൻസ് അലൗഡ് അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു ഇപ്പോൾ നമ്മുടെ നാദരുടെ വിഷയമല്ല, അത് തന്നെ ഇപ്പോൾ നമ്മൾ കാതൽ സിനിമ, മമ്മൂട്ടി അഭിനയിച്ച കാതൽ സിനിമ അവിടെ ബാനായിരുന്നു. കാരണം അതിൽ പറയുന്നത് ഒരു സ്റ്റോറി ലൈൻ അങ്ങനെയാണല്ലോ. അപ്പം അങ്ങനത്തെ സ്റ്റോറികൾ അവിടെ എടുക്കത്തില്ല. പക്ഷെ മാറ്റങ്ങൾ വരും, ഉറപ്പായിട്ടും മാറും. കാരണം കാലങ്ങളല്ലേ, മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ അവിടെ ഇപ്പൊ അടുത്താണ് അവിടെ മറ്റേ കുറേ കാര്യങ്ങളൊക്കെ അവിടെ അംഗീകരിച്ചു തുടങ്ങിയത്. അപ്പൊ അതുകൊണ്ട് ഇനിയും നല്ല മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. എനിക്ക് ഭയങ്കര അഭിമാനമാണ് നാദിറ അതിൽ അഭിനയിച്ചത്. നമ്മളെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരാൾ അഭിനയിക്കുന്നു. അതേപോലെ ഇനി ഒരുപാട് പേര് വരും. ഇപ്പൊ ശ്രുതി സിത്താര മിസ് ഗ്ലോബൽ ഇതായി. അതുപോലെ ഒരുപാട് പേർക്ക് നല്ല നല്ല അവസരങ്ങൾ വരുന്നു. ഒരുപാട് പേര് നല്ല നല്ല അച്ചീവ്മെന്റ് നേടുന്നു. ഇപ്പൊ ഹേദിയൊക്കെ നല്ല നല്ല അച്ചീവ്മെന്റ് ഒക്കെ നേടുന്നു. ഭയങ്കര സന്തോഷം, ഭയങ്കര ഹാപ്പിനെസ് ആണ് എനിക്ക് കാണുന്നത്. ഇടയ്ക്ക് തോന്നാറുണ്ടോ കേരളത്തിൽ ജനിച്ചത് കുറച്ചുകൂടെ നന്നായി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ കുറച്ചുകൂടി ഇവിടെ ഉണ്ട്, അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്? അല്ല, അതിനൊക്കെ ഉപരി കേരളത്തിൽ ജനിച്ചത് ഭയങ്കര അഭിമാനം. ഇന്ത്യക്കാരി ആയതിൽ ഒരുപാട് അഭിമാനിക്കുന്നുണ്ട്, ഒരുപാട് അഭിമാനിക്കണം. ജയ് ഹിന്ദ്. കേരളത്തിൽ ജനിച്ചതിൽ ഒരുപാട് സന്തോഷം. കാരണം ഒന്നാമത് നല്ല സ്നേഹം തരുന്ന ആൾക്കാർ, അത് മലപ്പുറത്ത് ജനിച്ചത് വലിയ സന്തോഷം. നല്ല ആൾക്കാർ, സന്തോഷം. ഇപ്പോൾ മലപ്പുറത്ത് ജനിച്ച ഒരാള് ഇപ്പോൾ ഒരു സ്റ്റാർ ആയിട്ട് നിൽക്കുന്നു, അത് ട്രാൻസ് ആയിട്ടുള്ള ഒരു വ്യക്തി, എപ്പോഴെങ്കിലും ചെറുപ്പത്തിൽ വിചാരിച്ചിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. ഒരാൾ കുറ്റം പറഞ്ഞാൽ അല്ലെങ്കിൽ എന്നെ ഒരാൾ കളിയാക്കിയാലും മിണ്ടാട്. എന്റെ ഫ്രണ്ട്സ് എപ്പോഴും ചോദിക്കും, നിനക്ക് എവിടെ നിന്ന് കിട്ടി ഈ ധൈര്യം? ഇത് ഞങ്ങൾ വേറെ ആരും കണ്ടിട്ടില്ലല്ലോ, എനിക്ക് എവിടുന്ന ഈ ധൈര്യം വന്നത്? എന്റെ ഫ്രണ്ട്സ് പറയും, എനിക്ക് എവിടുന്ന് ഇത്ര ധൈര്യം കിട്ടിയെന്നൊക്കെ. എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ സഞ്ചരിച്ച ആ ഒരു ഏരിയ ഒരു ഇതായിരിക്കാം, അപ്പൊ വന്ന വഴിയിലായിരിക്കാം. ആ വഴിയിലൂടെ ഒരുപാട് പേര് എന്നെ കല്ലെറിഞ്ഞ് മുള്ളെറിഞ്ഞ്. പക്ഷെ എനിക്ക് അതിന് കിട്ടിയ ഒരു പ്രചോദനമായിരിക്കാം. പക്ഷെ ഇപ്പൊ എനിക്ക് എന്നെ എന്തൊക്കെ ആൾക്കാർ പറഞ്ഞാലും ഞാൻ തളരാറില്ല, വിഷമിക്കാറില്ല. ഞാൻ എൻ്റെ ഒരു ഫോക്കസ് ഓഫ് ലൈഫ് തേടി ഞാൻ അങ്ങനെ പോകും. ഇപ്പൊ ലൈഫിൽ ഹാപ്പിയാണ്, ഒരുപാട് ഹാപ്പിയാണ്. മാഷാഅല്ലാഹ്. അടുത്തൊരു ജന്മം ഉണ്ടെങ്കിലും ലൈക്ക് എന്താണ് ട്രാൻസ് അല്ലാണ്ട് എനിക്ക് ജാസി എന്ന് പറഞ്ഞ വ്യക്തിനെ എനിക്ക് പേഴ്സണലി എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നു, ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ആരും കോപ്പി എന്റെ ഫ്രണ്ട് കീക്കി പറയും ഇതേപോലെ, നമ്മളെയാണ് ആദ്യം സ്നേഹിക്കേണ്ടതെന്ന്. അതെ, സെൽഫ് ലവ് ഇപ്പൊ എല്ലാരും പറയുന്ന ഒരു സംഭവം. നമ്മൾ ആദ്യം അത് എന്നോട് എനിക്ക് ഫസ്റ്റ് ആ ഒരു ഫോക്കസ് ഓഫ് ലൈഫ് കാണിച്ചു തന്നത്, അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് എൻ്റെ ലൈഫിൽ കീക്കി, എൻ്റെ ഫ്രണ്ട് റുക്സാന, ദുബാരയിലെ. അവളാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, ഫോർ എവർ ആണ് എനിക്ക് അവള്. എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയുന്ന, എൻ്റെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് കീക്കി. അപ്പൊ അവളാണ് എന്നോട് ഫസ്റ്റ് പറഞ്ഞത്, നീ വിഷമിക്കില്ല, ആദ്യം നീ നിന്നെ കാണ്, നീ നിന്നെ പഠിക്ക്, നീ നിന്നെ റെസ്പെക്ട് ചെയ്യ്, നീ നിന്നെ സ്നേഹിക്ക്. നീ നിന്നെ സ്നേഹിച്ചാൽ ബാക്കിയുള്ള എല്ലാം നടക്കും. ഇപ്പൊ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്, അതൊക്കെ അവള് പറഞ്ഞു തുടങ്ങിയതാ. അവളാണ് പറഞ്ഞത്, നീ യൂട്യൂബ് ചാനൽ തുടങ്ങുക, നാട്ടിലല്ലേ, യൂട്യൂബ് ചാനൽ നന്നായിട്ട് ക്ലിക്കാവും, തുടങ്ങുക. അങ്ങനെ തുടങ്ങി ഞങ്ങൾ യൂട്യൂബ് ചാനൽ മാഷാ നല്ല ക്ലിക്കായി, ഒരുപാട് ഫോളോവേഴ്സ് കിട്ടി, ഒരുപാട് സ്നേഹങ്ങൾ കിട്ടി. സന്തോഷം.